ഒരിക്കൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ ഗണപതിയുമായി ഒരു മഹായുദ്ധത്തിൽ ഏർപ്പെട്ടു. എല്ലാം തുടങ്ങിയത് പരശുരാമൻ തന്റെ പ്രിയപ്പെട്ട ഗുരുവായ പരമശിവനെ സന്ദർശിക്കാൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടപ്പോഴാണ്. കവാടത്തിലെത്തിയപ്പോൾ പരശുരാമൻ അമ്പരന്നു. അവിടെ അദ്ദേഹത്തെ തടഞ്ഞത് ഒരു ഭടനോ അസുരനോ ആയിരുന്നില്ല, പകരം ശാന്തനും എന്നാൽ ദൃഢനിശ്ചയമുള്ളവനുമായ ഒരു ബാലനായിരുന്നു. സാക്ഷാൽ ഗണപതിയായിരുന്നു അത്. അച്ഛൻ വിശ്രമിക്കുമ്പോൾ ഗണപതി കാവൽ നിൽക്കുകയായിരുന്നു. അകത്തേക്ക് കടത്തിവിടാൻ പരശുരാമൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഗണപതിയുടെ മറുപടി വ്യക്തവും ദൃഢവുമായിരുന്നു. അച്ഛന്റെ അനുമതിയില്ലാതെ ആരെയും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. പരശുരാമൻ ഞെട്ടി. താനൊരു സാധാരണക്കാരനല്ല, മഹാദേവന്റെ പ്രിയപ്പെട്ട ഭക്തനും കിടയറ്റ യോദ്ധാവുമായ തന്നെ തടയാൻ മാത്രം ധൈര്യമുള്ള ഒരു ബാലനോ. അദ്ദേഹത്തിന്റെ അഭിമാനമുണർന്നു, രക്തം തിളച്ചു. താൻ ആരുടെ മുന്നിലും തലകുനിക്കാൻ ശീലിച്ചിട്ടില്ലാത്തവൻ. കോപം ആളിക്കെത്തി. ഒടുവിൽ ഒരു നിമിഷത്തെ രോഷത്തിൽ പരശുരാമൻ തന്റെ കൈയിലുണ്ടായിരുന്ന മഴു ഗണപതിക്ക് നേരെ പാഞ്ഞെറിഞ്ഞു. എന്നാൽ ഗണപതി അനങ്ങിയില്ല. ആ മഴു കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, അത് വെറുമൊരു മഴു ആയിരുന്നില്ല. സാക്ഷാൽ ശിവൻ തന്റെ ശിഷ്യന് നൽകിയ സമ്മാനമായിരുന്നു അത്. അച്ഛനോടുള്ള അഗാധമായ ബഹുമാനം കാരണം ഗണപതി ആ പ്രഹരം ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചു. ആഞ്ഞടിച്ച മഴു ഗണപതിയുടെ കൊമ്പിൽ പതിച്ചു. ഒരു കൊമ്പൊടിഞ്ഞു. ഈ ബഹളം കേട്ട് സാക്ഷാൽ പരമശിവൻ പുറത്തേക്കെത്തി. അദ്ദേഹം ഇരുവർക്കുമിടയിലെ സംഘർഷം ശാന്തമാക്കി. ആ ദിവസം ഗണപതിക്ക് ഒരു പുതിയ പേര് ലഭിച്ചു, ഏകദന്തൻ.